ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് മഞ്ഞപ്പട. മാനേജ്മെന്റുമായുള്ള മീറ്റിംഗിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു. താരങ്ങൾക്കോ ടീമിനോ എതിരെയല്ല, മാനേജ്മെന്റിന്റെ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധമെന്നും മഞ്ഞപ്പട വ്യക്തമാക്കി. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വൈഎസ് അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, ഇത് മുൻപ് തന്നെ മഞ്ഞപ്പട വ്യക്തമാക്കിയതാണ്. മുൻപൊക്കെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ മത്സരം നടക്കുമ്പോൾ അവിടേക്ക് അടുക്കാൻ കഴിയാത്ത സാഹചര്യം, അത്രത്തോളം ആരാധക വൃന്ദത്തെ കാണാമായിരുന്നു. പക്ഷെ ഇപ്പോഴത് അങ്ങനെയല്ല. ഈ മഞ്ഞപ്പട ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്? ഇവർ മുൻപ് തന്നെ പറഞ്ഞതാണ് മാനേജ്മെന്റിനെതിരാണ് സമരം എന്നുള്ളത്. ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടുണ്ടോ? പ്രതിഷേധം തുടരാനാണോ തീരുമാനം? പ്രവിധ, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായിട്ട് മഞ്ഞപ്പട ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഇന്നലെ ഒരു സമവായ ചർച്ചയിലേക്ക് തന്നെയായിരുന്നു ആ കാര്യങ്ങൾ പോയിരുന്നത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം വിദേശത്തു നിന്ന് കൂടുതൽ ആളുകളെ എത്തുക, ഒപ്പം തന്നെ പരിശീലനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക എന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടത്. അതെല്ലാം തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. പക്ഷേ ഇന്ന് ചെറിയ രീതിയിലുള്ള പ്രതിഷേധം അവർ സംഘടിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഗ്രൗണ്ടിന് പുറത്തൊന്നും പോകില്ല. പക്ഷേ ഗാലറിക്കകത്ത് എന്നുള്ള ചെറിയൊരു പ്രതിഷേധം എന്നതാണ് അവർ മഞ്ഞപ്പട ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ആവേശത്തോടുകൂടിയുള്ള ഒരു മത്സരമാണ് ഇന്ന് കലൂർ സ്റ്റേഡിയത്തിൽ ഇന്ന് അരങ്ങേറാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായാണ് മത്സരം നടക്കുക. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് വൈകിട്ട് 7:30 നടക്കുക. ഇതിനകത്ത് 20 പോയിന്റോടുകൂടി ഏതാണ്ട് 9ാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഒപ്പം തന്നെ 5ാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് ഇവർ നേരിടുന്നത്. ആവേശം അലതല്ലി അടിക്കുകയാണ്. പാലക്കാട് എന്നുള്ള ആരാധകരുടെ കൂട്ടായ്മ ഇപ്പോൾ 24 ചേരുകയാണ്. ഇന്ന് ഹാട്രിക് തികയ്ക്കുമോ? അപ്പൊ എത്രത്തോളം വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ വിജയിച്ച് ഇനിയുള്ള എല്ലാ മാച്ചുകളും വിജയിച്ച് പ്ലേ ഓഫിൽ കടക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൽ ചെറിയ കുട്ടികളടക്കമുണ്ട്. ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്ന ഒരു ഫുട്ബോൾ അക്കാദമിയാണ് വിസാഡ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കേരളത്തിൻ്റെ വലിയൊരു ആരാധകരാണ്. അപ്പോൾ ജയിക്കുന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്നിവിടെ ജയിപ്പിച്ചിട്ടേ പോവുള്ളൂ. അതാണ് പ്രവിധ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആവേശം അലതല്ലി അടിക്കുമെന്നാണ്. ഹോം ഗ്രൗണ്ടിൽ അവർ ഹാട്രിക് മത്സരം, അതിന് വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. 3ാം തവണയാണ്. കഴിഞ്ഞ തവണ ഒഡീഷയുമായിട്ട് ജയിച്ച തകർപ്പൻ ജയത്തിന്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് നേരിടാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കുക. എന്തായാലും തന്റെ തത്സമയ വിവരങ്ങൾ, അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായി തന്നെ 24 ഉണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശത്തിലാണ്. പ്രവിധ, സ്മിത, ക്രിസ്റ്റീന. ശരി, വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ മാനേജ്മെന്റുമായിട്ടുള്ള ആ ഒരു പ്രശ്നം അത് തീർച്ചയായും മഞ്ഞപ്പടയിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് ഫാൻസ് ഒരു സൈഡിൽ പ്രതിഷേധിക്കുന്നു, മറുവശത്തെ ഈ ടീം ഇങ്ങനെ ജയിച്ചു വരണമെന്ന് പറയുകയും ചെയ്തു. ഇവർ എവിടുന്ന് ആത്മവിശ്വാസം? മുൻപ് തന്നെ അവരെ വ്യക്തമാക്കിയതാണല്ലോ, അവരുടെ പ്രതിഷേധം മാനേജ്മെന്റിനെതിരെയാണ്, കോച്ചിനെ കൊണ്ടുവരണം. എന്നാലും ഇതൊക്കെ നടക്കുമ്പോഴേ തീർച്ചയായിട്ടും അവരെ അത് പക്ഷെ ഇന്ന് വിജയവഴിയിൽ തിരിച്ചു വരാനുള്ള ഒരു കുട്ടികളുടെ ഒരു ആവേശം ഭയങ്കര രസമുണ്ടല്ലോ. അവർ ഫുട്ബോൾ അക്കാദമിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരു ഇഷ്ടം കൂടും ഫുട്ബോളിനോടുള്ള.